പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണി ഉണ്ടാകുന്നു എന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഇറാൻ ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഇറാൻ ഗുരുതരമായ പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വരും, പ്രത്യാഘാതം ഇറാന് മേൽ ഉണ്ടാകുമെന്നാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭീഷണിക്ക് ഒരു പഞ്ഞവും ഉണ്ടാകുന്നില്ല. ദിവസം 4-5 ഭീഷണികൾ എന്ന രീതിയിലാണ് അദ്ദേഹം ഇറാനെതിരെ ഇങ്ങനെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ അതൊട്ടും പരിഗണിക്കുന്ന ഒരു ലക്ഷണമില്ല. ലവലേശം തരിമ്പ് പോലും അത് കണക്കാക്കാതെ അവർ അവരുടെ ഉദ്യമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന നിഗമനം തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെയും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ റഷ്യയും ചൈനയുമായി ചേർന്ന് സംയുക്ത നാവികാഭ്യാസം നടത്തുന്നുണ്ട്. അത് വലിയ രീതിയിൽ മാധ്യമ ചർച്ചയുമാകുന്നുണ്ട്. പ്രത്യേകിച്ചും ആ മേഖലയിലെ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് റഷ്യ, ചൈന, ഇറാൻ അച്ചുതണ്ട് വിഘാതമാകും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി റഷ്യയും ചൈനയും ഇറാനോടൊപ്പം ചേർന്നു നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകതയോട് കൂടി ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഇതോടനുബന്ധിച്ച് നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു വാർത്ത റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവിൻ്റെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറയുന്നത് ഇറാനെതിരെയുള്ള യാതൊരു യുദ്ധവും അത് വലിയ തിരിച്ചടിയാകും, ആ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. അതായത് റഷ്യയും ചൈനയും കൂടുതൽ ചേർന്ന് നിൽക്കുന്നു, പുതിയൊരു അച്ചുതണ്ട് റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ്റെയും നേതൃത്വത്തിൽ രൂപപ്പെടുന്നു എന്ന വാർത്ത തന്നെയാണ് പ്രത്യേകിച്ചും അന്തർദേശീയ തലങ്ങളിലേക്ക് നിലനിൽക്കുന്നത്. മറ്റൊന്ന്, നിലവിൽ 13 അമേരിക്കൻ യുദ്ധ പടക്കപ്പലുകളാണ് ഇറാൻ തീരത്തുള്ളത്. മാത്രമല്ല ജെറാൾഡ് ആൽഫോർഡ് എന്ന് പറയുന്ന നാവിക പടക്കപ്പൽ കൂടി ആ മേഖലയിലേക്ക് വരുന്നുണ്ട്. ചില നിഗമനങ്ങൾ പ്രകാരം അതൊരു പക്ഷേ ഇസ്രായേലിൻ്റെ തീരത്തായിരിക്കാം നങ്കൂരമിടുക. കാരണം ഇറാൻ അമേരിക്കയാൽ ആക്രമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇറാൻ തിരിച്ചാക്രമിക്കുക ഇസ്രായേലിനെ ആയിരിക്കും. അതുകൊണ്ട് ഇസ്രായേലിന് സുരക്ഷയൊരുക്കുക എന്ന ഉദ്യമം മുൻനിർത്തിക്കൊണ്ട് ജെറാൾഡ് ആൽഫോർഡ് ഒരു പക്ഷേ ഇസ്രായേലി തീരത്തായിരിക്കും നങ്കൂരം ഇടുക എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ 13 യുദ്ധക്കപ്പലുകളും ഇനി വരുന്ന ജെറാൾഡ് ആൽഫോർഡും ഒന്നും പോരാ ഇറാനെ അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ പരാജയപ്പെടുത്തുവാൻ എന്ന റിപ്പോർട്ട് അമേരിക്കൻ ഇൻ്റലിജൻസ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് എന്ന ചില മാധ്യമ വിശകലനങ്ങൾ പുറത്തു വരികയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ആ മേഖലയിലേക്ക് ഒരുക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതായത് ഇറാൻ ഒരു ചെറിയ മീനല്ല എന്ന വ്യക്തമാക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ യുദ്ധസന്നാഹങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വാർത്ത, നേരത്തെ നമുക്കറിയാവുന്നതുപോലെ അമേരിക്ക എവിടെയുണ്ടോ അവിടെയായിരുന്നു ബ്രിട്ടൻ. അമേരിക്ക എവിടെ യുദ്ധത്തിലിറങ്ങുമ്പോൾ അപ്പോഴൊക്കെ ഒരു അനുയായിയെ പോലെ അമേരിക്കയ്ക്ക് പിറകെ മുണ്ടും മടക്കി കുത്തി ഇറങ്ങുന്ന ബ്രിട്ടൻ അവരുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുന്നു, അവരും സ്വതന്ത്രമായി ചിന്തിക്കുവാൻ തുടങ്ങുന്നു എന്നതാണ്. അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു. റോയൽ എയർഫോഴ്സിൻ്റെ ഒരു വ്യോമത്താവളങ്ങളും ഇറാൻ ആക്രമണത്തിന് അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ബ്രിട്ടൻ്റെ നിലപാടുകളിലും മാറ്റമുണ്ടാകുന്നു എന്നതാണ്. ഇനി മറ്റൊരു ചർച്ച വരുന്നത് ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെയും ആയുധ സംവിധാനത്തെയും കുറിച്ചാണ്. അതായത് 1979 ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വരുന്നതിന് മുൻപ് അന്നത്തെ പഹ്ലവി ഭരണകൂടത്തിന് അമേരിക്ക നൽകിയ പല ആയുധങ്ങളും ഇറാൻ അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി കുറ്റമറ്റതായി അവരുടെ ആയുധ ശേഖരത്തിൽ ചേർക്കുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ബൾഗേറിയയുടെ ആസ്ഥാനമായ സോഫിയയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇറാൻ ആക്രമണത്തിന് അമേരിക്ക താവളം തിരഞ്ഞെടുക്കുക, അവിടെയുള്ള വിമാനത്താവളങ്ങളായിരിക്കാം തിരഞ്ഞെടുക്കുക എന്ന റിപ്പോർട്ടുകൾ വരുന്നു. മറ്റൊന്ന്, ജോർദാൻ ആയിരിക്കാം. അതിനപ്പുറം അമേരിക്കയ്ക്ക് താവളങ്ങൾ അനുവദിക്കുന്ന ഒരു നിലപാടുകളുമായി ആ പ്രദേശത്തെ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന നിഗമനങ്ങളും വരികയാണ്. മറ്റൊന്ന്, ഇറാൻ്റെ ഒളിപ്പോരാളികൾ എന്നറിയപ്പെടുന്ന ഗാദിർ സബ്മറൈനുകൾ അത് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ഭീഷണി ഉണ്ടാക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കടലിൽ നിന്ന് വിക്ഷേപിക്കുവാൻ കഴിയുന്ന ഇത്തരം മിസൈലുകൾ അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല റഷ്യൻ നിർമ്മിത കിലോ, ഇറാൻ്റെ കയ്യിലുള്ള ആൾറെഡിയുള്ള ഫത്താഹ് എന്നിവയുമൊക്കെ ചർച്ചയാകുന്നു. ഇറാൻ്റെ സബ്മറൈനുകളും ഇതിനോടൊപ്പം റഷ്യയുടെ സബ്മറൈനുകളും ഇപ്പോൾ ഇറാൻ്റെ നാവികസേനയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന ചില നിഗമനങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇറാൻ നാവികസേന സയ്യിദ് 3G ദീർഘദൂര മിസൈലുകൾ വിജയിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വെർട്ടിക്കൽ ആംഗിളിൽ നിന്ന് 4 ഭാഗത്തേക്ക് വിക്ഷേപിക്കുവാൻ കഴിയുന്ന ഈ മിസൈലുകളുടെ ഒരു പ്രത്യേകത, ഏതു ഭാഗത്തു നിന്ന് വരുന്ന വ്യോമ ആക്രമണവും
തടയുവാൻ കഴിയുമെന്നാണ്. അതായത് 4 ദിശയിലേക്കും ഈ മിസൈലുകളെ വിന്യസിപ്പിക്കുവാൻ കഴിയും, വിക്ഷേപിക്കുവാൻ കഴിയും എന്ന നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഈ അവസരത്തിൽ. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.